ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. സോ മാർക്കറ്റിൽ വലിയൊരു ബിഗ് മൂവ് ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ ഒരു 3-4-5 ദിവസമായി ഐ തിങ്ക് ഒരു മൂവ് ആകെ കിട്ടിയതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂവ് നമുക്ക് മാർക്കറ്റിൽ ഇല്ല. സ്റ്റാർട്ടിങ്ങിലാണ് കിട്ടിയത്, പിന്നെ ഒരു മൂവ് ഇല്ല. മൊത്തത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ സൈഡ് ബേസ് ആണോ, ചെറിയ മൂവ് ഇന്ന് കിട്ടിയേക്കിനാണ്. ബട്ട് അതിലും നല്ലൊരു സ്കാൽപ്പിംഗ് ടൈപ്പ് ആയി കിട്ടിയിട്ടുണ്ടാവുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. സോ ഞാൻ വീഡിയോ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല. റീസൺ വെറുതെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പാറ്റേൺ ഞാൻ ഡെയിലി ഒരു ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ മൂവ് കിട്ടണില്ല. ചെറിയൊരു മാർക്കറ്റ് നമ്മളെ ശരിക്കും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് തന്നെ ഈ ഒരു വലിയൊരു മൂവ് വന്നുണ്ടാക്കിയില്ലേ, അതിൻ്റെ ലോ ഇതുവരെ ബ്രീച്ച് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഹൈയും ഒന്നും ഇല്ല അതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ് തന്നെയാണ് വലിയ പ്രശ്നമുള്ളൂ. ഇതിൻ്റെ ബിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പ് സൈഡ് എന്തെങ്കിലും സൈഡ് പോയാൽ മാത്രമേ നമുക്ക് ഫർദർ ഒരു മൂവ് കാണുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മീൻസ് ഇനി മാർക്കറ്റ് വീഴാൻ പോവാണോ ഓർ അല്ലെങ്കിൽ മുകളിലേക്ക് കയറാൻ പോവാണോ. ഓക്കെ, സോ ബാക്കിയൊക്കെയല്ലേ നിങ്ങൾ എന്തായാലും ഡിലീറ്റ് ചെയ്തു. ഞാൻ ഇത് ആക്ച്വലി ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ നോക്കണ്ട അത്. ഓക്കെ, ബട്ട് സ്ട്രക്ചറിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഈ ഒരു ലോ തന്നെ. ഓക്കെ, കാരണം ഫർദർ അപ്സൈഡ് ഇതിൻ്റെ ബിലോ മാത്രമേ നിങ്ങൾ ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഫർദർ ഒരു ബിയറിഷ്നെസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ലോ 24,500 OI ഡാറ്റ അതിനകത്ത് ഉണ്ടാവും. ഈ ക്യാൻഡിലിൻ്റെ ലോ കൂടിയാണ്, കണ്ടോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ കൂടിയാണ്. ആൻഡ് 25,000 ഈസ് എ ഗുഡ് സപ്പോർട്ട് ഏരിയ. അതിൻ്റെ ബിലോ പോയാൽ മാത്രമേ ഫർദർ നമുക്ക് താഴത്തെ ഒരു ലെവൽസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താഴത്തെ ലെവൽ ഡയറക്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കും ഐ തിങ്ക് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ പ്രൈസ് അതിൻ്റെ തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെ സ്റ്റക്കാണ്. നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. എപ്പോഴാണ് മൂവ് കിട്ടുമെന്ന് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ ഇല്ല. ഓക്കെ, യെസ്, കുറച്ച് പാറ്റേൺസ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, കാണുന്നുണ്ട്. സോ അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരുന്നു. ഓർ ട്രാങ്കിളും ഒത്തിരി പേര് പറഞ്ഞു ഇത് നമുക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ എന്താ ഈ ട്രാങ്കിൾ പാറ്റേൺ വല്ലതും ഉണ്ടോ. ട്രാങ്കിളും കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ട്രാങ്കിളും കാണുന്നുണ്ട്. സോ ഇൻ കേസ് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ദെൻ അതിൻ്റെ മുകളിൽ വീണ്ടും ബൗൺസ് വരാനുള്ള ചാൻസസ് ആണ്. ട്രാങ്കിൾ നിങ്ങളുടെ അതിൽ ഇരിക്കട്ടെ. ബട്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് ട്രാങ്കിൾ സപ്പോസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ട്രാങ്കിളിലേക്ക് അല്ല, ഇത് ഐ തിങ്ക് ഇത് പോകുന്നത് നമ്മുടെ 333 കറക്ഷൻ പാറ്റേണിലേക്കാണ്. 333 കറക്ഷൻ പാറ്റേൺ ഇത്. സോ ഇൻ കേസ് ബൗൺസ് തരുവാണെങ്കിൽ താഴേക്ക് വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ കൺഫ്യൂഷൻ ഉണ്ട് സ്റ്റിൽ. ഓക്കെ, കൺഫ്യൂഷൻ സ്റ്റിൽ ഉണ്ട്. ബട്ട് ആസ് പെർ മീ ആ ഒരു ലെഗ് മുകളിലേക്ക് തന്നെ പോകേണ്ടതാണ്. ആ ലെഗ് നമ്മൾ ഫിഫ്ത്ത് വേവ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. നമ്മൾ ഇവിടെ നിന്നല്ലേ കൗണ്ട് ചെയ്തു 1, 2, 3 and 4 and 5th. ഓക്കെ, സോ 4 ഈ സ്റ്റിൽ ഇത് തന്നെയാണ്. 4th വേവിലാണല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിങ്ങനെ. 4th വേവിലായിരിക്കും എപ്പോഴും നമ്മുടെ മറ്റേ ഇത് 333 കറക്ഷൻ പാറ്റേൺ. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് റെസ്പെക്ട് ചെയ്യുന്നത്. നാളെ ഇൻ കേസ് ക്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണുന്നത്. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സോ റെസിസ്റ്റൻസ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ തന്നെ ഫസ്റ്റ് നിയറസ്റ്റ് ഞാൻ റെസിസ്റ്റൻസ് പറഞ്ഞേക്കാം 24,600 ആയിരിക്കും നിയറസ്റ്റ് റെസിസ്റ്റൻസ്. പിന്നെ ഈ ലിക്വിഡിറ്റി CP ആണെങ്കിൽ ദെൻ മുകളിൽ ആ ബ്ലാക്ക് ലൈൻ്റെ അവിടുത്തെ റെസിസ്റ്റൻസിലേക്ക് പോകും. ഓക്കെ, സോ വലിയ മൂവ് പോയും ഇല്ല. ചിലപ്പോൾ അവിടെ വരെ പോയാൽ അവിടെ റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ താഴേക്ക് വരാനുള്ളത് ചാൻസസ് ഉണ്ടാവും. നമ്മുടെ മൂവ്സ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂവ്സ് ഇഫ് ഇത് കൺഫേം ഇതുവരെ ഇല്ല, ഇഫ് ഇത് 333 കറക്ഷൻ പാറ്റേൺ ആണെങ്കിൽ സോ ഇതിൻ്റെ മൂവ്സ് നമ്മൾ കൗണ്ടിങ് 1, 2, 3 and 4 and 5, 6, 7, 8, 9, 10 and then 11 ഇനി കിടക്കുന്നുണ്ട്. 2-3 മൂവ്സ് ഇനി കിടക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ഒന്നും പറയാനില്ല. ഓക്കെ, സോ 8 to 12 മൂവ്സ് ആണോ നിങ്ങളുടെ കൂടെ ഞാൻ ശരി പറഞ്ഞേക്കാൻ. ശരിക്കും ഇങ്ങനെ ആണെങ്കിൽ 333 കറക്ഷൻ പാറ്റേൺ ആണെങ്കിൽ ഇത് ഈ താഴെ വന്നു കഴിഞ്ഞാൽ സോ താഴെ വന്നു കഴിഞ്ഞാൽ ഡബിൾ സ്പീഡിൽ ഇവിടുന്ന് മുകളിലേക്ക് കയറണം, ഭയങ്കര സ്പീഡിൽ കയറണം. മനസ്സിലായോ? അതാണ് മീൻസ് ബ്രേക്ക് ഔട്ട് തരാൻ പോവുക. അതിൻ്റെ ഒരു സൈൻ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. അതിൻ്റെ സൈൻ അത് തന്നെയാണ്. 333 കറക്ഷൻ്റെ സൈൻ ഇത് തന്നെയാണ്. മീൻസ് ബ്രേക്ക് ഔട്ട് തരാൻ പോവുക, മീൻസ് ആ മുകളിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ അത് എപ്പോഴാണ് നമുക്ക് അതിന് കൺഫർമേഷൻ താഴെ വന്ന് സപ്പോർട്ട് എടുക്കുമ്പോഴത്തേക്ക്
തിരിച്ച് കയറുമ്പോൾ നല്ല റിവേഴ്സ്, നല്ല കാൻഡിലായിട്ട് ഹെൽത്തി ഗ്രീൻ കാൻഡിലായിട്ട് ഭയങ്കര സ്പീഡിലായിരിക്കും. അത് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വെപ്രളം തോന്നും. നമുക്ക് തന്നെ ഒരു മനസ്സിലാവും വെപ്രളം വരുമ്പോൾ നമുക്ക് യെസ് ഇത് കയറാൻ പോവുക തന്നെ നമുക്ക് ഒരു ഫീലിംഗ് വരും. ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു മൂവ്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. സോ സപ്പോർട്ട് സോൺ ഇത് നല്ലൊരു സപ്പോർട്ട് സോൺ തന്നെയാണ്. 24,500 നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 hour ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഏരിയ കണ്ടത് ഇവിടെ സപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നേരത്തെയും പഴയ ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഇവിടെ സപ്പോർട്ട് ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട്. ഓക്കെ, സോ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഇവിടെയും സപ്പോർട്ട് ഇതൊക്കെ. സോ ഈ 24,500. ഓക്കെ, സോ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടി ബൈ ചാൻസ് താഴേക്ക് വന്നാൽ ഇവിടെ നിന്ന് വീണ്ടും ഈ ലൈൻ ഇത് കറക്റ്റായിട്ട് സപ്പോർട്ട് മറ്റേ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലൈൻ. ഓക്കെ, കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ നോക്കിയിട്ട് വേണം അത് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ കൺഫ്യൂഷൻ വരരുത്. റിവേഴ്സൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഫീലിംഗ് തന്നെ വന്നോളും. ആ ടെൻഷൻ വരേണ്ട, അത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. സ്ട്രക്ചർ ഇതിൻ്റെ അകത്താവുമ്പോഴത്തേക്ക് എനിക്കും ഒന്നും ക്ലിയാരിറ്റി ഒന്നും തരാൻ പറ്റത്തില്ല. ചെറിയ ഇതൊക്കെ തന്നാലും ലെവൽസ് വരെ നിങ്ങളുടെ കൂടെ തന്നാലും പക്ഷേ അത് ഒന്നും കിട്ടിയില്ല. വലിയ ആളുകൾ തന്നെ ഒന്നും കിട്ടണില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ പാവമാണ് നമ്മളെന്തായിരിക്കും. സോ മാർക്കറ്റ് ആകെ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ബട്ട് യെസ് സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ ഐ ഫീൽ നല്ല ഒരു അപ്സൈഡ് നമുക്ക് കിട്ടും. പിന്നെ ഓക്കെ, എന്തായാലും സമയം വരട്ടെ നമുക്ക് പറയാം. ഇനി വേറെ ബാങ്ക് നിഫ്റ്റിയിൽ വേറൊന്നും പറയാനൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റിയിൽ വേഗം കിടക്കാം. ബാങ്ക് നിഫ്റ്റി കണ്ടോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വന്നിട്ട് കറക്റ്റ് ഇവിടെ സപ്പോർട്ടിൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തന്ന ലെവലാണ് കണ്ടോ. ഈ ബ്ലൂ ലൈൻ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു, വെറുതെ വേസ്റ്റായി കിടക്കാൻ. ഓക്കെ, കണ്ടോ കറക്റ്റ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ തന്നു എന്നിട്ട് റെസ്പെക്ട് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് തന്നെയാണ്. സോ സ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ട്. വേറെ ഒന്നും മാർക്കറ്റിൽ നടക്കാനില്ല. പിന്നെ ഇങ്ങനെ ഒരു സപ്പോർട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് കൂടി ഇങ്ങനെ ചില ടൈപ്പ് ഒരു സപ്പോർട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി സ്ട്രക്ചർ മാറി. ആകെ സ്ട്രക്ചർ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എല്ലാവരും കൺഫ്യൂഷനാണ് ഈ സ്ട്രക്ചർ കണ്ടിട്ട്. വലിയൊരു മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും മാർക്കറ്റിൽ ഒന്നും കാണുന്നില്ല. ആൻഡ് കൺഫ്യൂഷൻ സ്ട്രക്ചറാണ്. ഓക്കെ, സോ ബെനിഫിറ്റിൽ നോക്കാനുള്ളത് എന്ന് വെച്ചാൽ പോൾ ആൻഡ് ഫ്ലാഗ് ആണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ഡൗൺ എപ്പോഴാണ് കിട്ടുക നോക്കിയിട്ട് മതി കേട്ടോ എല്ലാം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. കാരണം ഞാൻ തരുന്ന വ്യൂ ശരിക്കും മോസ്റ്റ്ലി ഒരു വ്യൂ എങ്ങനെ ഞാൻ തരും എനിക്ക് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ ഈ റേഞ്ചിൻ്റെ അകത്താണെങ്കിൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഒരു വ്യൂ എനിക്ക് പെർഫെക്റ്റ്ലി ഒരു വ്യൂ തരാനും പറ്റുന്നില്ല. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ ഞാൻ പെർഫെക്റ്റ് എന്തെങ്കിലും വ്യൂ ഷെയർ ചെയ്യുള്ളൂ. സോ പ്ലീസ് ബി കോഷ്യസ്, നോക്കി ട്രേഡ് ചെയ്യുക. ലോസ് ആരും എടുക്കരുത്. ഇച്ചിരി ക്ഷമ വെച്ചോളൂ, കുറച്ച് വെയിറ്റ് ചെയ്തോളൂ. ഐ തിങ്ക് കിട്ടുമായിരിക്കും എന്തെങ്കിലും ഒരു നല്ലൊരു മൂവ്. അപ്കമിങ് ഡേയ്സിൽ എന്തായാലും നല്ലൊരു മൂവ് കിട്ടുമായിരിക്കും. നോക്കിയിട്ട് ചെയ്യുക. ട്രേഡ് എടുത്തില്ലെങ്കിലും ഐ തിങ്ക് അത് കുറച്ചുകൂടി ബെറ്ററാണ്. പിന്നെ ഇനി പറയാനുള്ളത് യെസ് ഇതൊരു റിലയൻസിൻ്റെ ചാർട്ടാണ്. ഒന്ന് നോക്കിക്കോ. ഞാൻ ഷെയർ എന്ന് വെച്ചാൽ ഈ ഒരു റിലയൻസിൻ്റെ ചാർട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ വേറെ ഒന്നുമില്ല. നമ്മൾ റിലയൻസ് നമ്മൾ താഴ്ന്ന മുകളിലേക്ക് കറക്ഷൻ നോക്കുവാണെങ്കിലുണ്ടല്ലോ യെസ് നല്ലൊരു സപ്പോർട്ടിലാണ്. ഇത് കണ്ടോ റിലയൻസ് നല്ലൊരു സപ്പോർട്ട്സും ഇല്ല. 1,260 ആണ് അതിന് നല്ലൊരു സപ്പോർട്ടിൽ. 61.80% കൂടിയാണ്. ഓക്കെ, സോ ഇവിടുന്ന് റിലയൻസ് ഇത് വേവ് എന്ന് കൗണ്ട് ചെയ്ത് 1, 2, 3 and 4 ആണ്. 5th ഇതും മുകളിലേക്ക് പോകേണ്ടതാണ്. എത്ര വരെ പോകും നമുക്ക് പറയാനില്ല. ബട്ട് നന്നായിട്ട് ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നു സപ്പോർട്ട്. സോ ഇൻ കേസ് ഇവിടുന്ന് ബൈസ് വരുവാണെങ്കിൽ കുറച്ചൊന്ന് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇതുപോലെ തന്നെ ഒന്ന് നോക്കുവാണെങ്കിൽ ചെറിയൊരു എസ് എൽ വരുന്നുള്ളൂ. ഇത് ഒരു 1260 ബിലോ ഒരു 15 minutes ക്യാൻഡിൽ ബിലോ ക്ലോസിങ് വരികയാണെങ്കിൽ എസ് എൽ ആണത്. ഓക്കെ, സോ താഴേക്ക് വരും. ഓക്കെ, ഇൻ കേസ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് പിൻ ബാർ ഫോമിൽ തിരിച്ച് കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൂവ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ടാവും. ആദ്യം റിവേഴ്സൽ എടുക്കട്ടെ എന്ന് പറയാം. സോ ജസ്റ്റ് ഒന്ന് കണ്ണിൽ വെച്ചോളൂ. അതിൽ മൂവി ഒന്നും കിട്ടണില്ല. ഇതിനെ നോക്കിയിട്ട് വേണം. ചെറിയൊരു കുഞ്ഞ് എസ് എൽ ഉള്ളൂ കേട്ടോ. 15 minutes എന്ന് പറഞ്ഞാൽ 15 minutes ആണ്. കറക്റ്റ് ഇത് കണ്ടോ എവിടെ നിൽക്കുന്നു. ഞാൻ 15 minutes ക്യാൻഡിൽ ഇതിൻ്റെ ബിലോ എന്ന് പറഞ്ഞാൽ ഒരു 2 points വേണമെങ്കിൽ ബിലോ വെക്കാം. ഒരു കുഴപ്പമില്ല. 1,256 or 55 എന്ന് ചെറിയൊരു എസ് എൽ വെച്ചാൽ മതി. ക്ലോസിങ് ഒന്ന് എസ് എൽ എടുക്കണം. ഓക്കെ, പിൻ ബാർ ഫോം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് കയറുവാണെങ്കിൽ ദെൻ ഈസിലി ഹോൾഡ് ചെയ്യാൻ ചെറിയ ടാർഗറ്റ്സ് അങ്ങനെ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഈസി. ഓക്കെ, കയറാൻ തുടങ്ങിയാൽ അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ്സ് നമുക്ക് കിട്ടും. എന്തായാലും 1300 വരെ എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് വെച്ചേക്കണം. ഓക്കെ, 1300 വന്നാൽ ഓക്കെ. സോ നോക്കിയിട്ടൊന്നും ചെയ്യുക. എന്തെങ്കിലും ഒരു ട്രേഡ് ഷെയർ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് റിലയൻസിൻ്റെ ഷാർട്ട്. ഓക്കെ.
സോ ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.